രാധേ കൃഷ്ണ. കഥാമൃതത്തിൽ നിന്ന് വില്ലുമംഗലം സ്വാമിയാരുടെ പൂർവകഥ. ഇക്ഷ്വാകു വംശത്തിലെ ഒരു രാജാവായിരുന്നു മുചുകുന്ദൻ. ദേവേന്ദ്രന്റെ ക്ഷണമനുസരിച്ച് അദ്ദേഹം ഒരിക്കൽ ഇന്ദ്രലോകത്തെത്തി. ദേവാസുര യുദ്ധത്തിൽ ഇന്ദ്രന്റെ പക്ഷം ചേർന്ന് അടരാടി പുരന്ദരന് ജയം നേടിക്കൊടുത്തു. സന്തുഷ്ടനായ ദേവേന്ദ്രൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടതെന്ന് തിരക്കിയപ്പോൾ രാജാ മുചുകുന്ദൻ പറഞ്ഞു, ഉറങ്ങിയിട്ട് ഏറെ കാലമായി, ഒരു സുഖനിദ്രയ്ക്കുള്ള സൗഭാഗ്യം കൈവരുത്തണം. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ദേവരാജൻ ആശംസിച്ചു. ഒന്നുകൂടി പറഞ്ഞു, അങ്ങയുടെ സുഖനിദ്രയ്ക്ക് ഭംഗം വരുത്തുന്നയാൾ ഭസ്മമായി തീരും. രാജാ മുചുകുന്ദൻ ഭൂലോകത്തേക്ക് തിരിച്ചു പോന്നു. ഒരു ഘോര വനാന്തരത്തിൽ ആർക്കും ചെന്നെത്താനൊക്കാത്ത ഒരു ഗുഹയിൽ കിടന്ന് ഉറക്കം തുടങ്ങി. അക്കാലത്താണ് ജരാസന്ധൻ തൻ്റെ ജാമാതാവായ കംസനെ കൊന്ന ഈർഷ്യ വെച്ച് മധുര ആക്രമിക്കാനും കൃഷ്ണനെ വകവരുത്താനുമായി കാലയവനൻ എന്ന രാക്ഷസനെ നിയോഗിക്കുന്നത്. ജരാസന്ധന്റെ ആ നീക്കത്തെ കൃഷ്ണൻ തന്ത്രപരമായി നേരിട്ടു. ബലരാമന്റെ നേതൃത്വത്തിൽ മധുരാവാസികളെ ദ്വാരകയിലേക്ക് അയച്ചു. കാലയവനൻ അവരെ പിന്തുടരാതിരിക്കാനായി. കൃഷ്ണൻ ഒറ്റയ്ക്ക് അയാളെ നേരിട്ടു. കൃഷ്ണന് കാലയവനനെ കൊല്ലാമായിരുന്നു. പക്ഷേ മറ്റൊരാളുടെ കൈകളാലാണ് അയാൾക്ക് മരണമെന്നും അയാളെ ആ ആളുടെ അരികിലെത്തിക്കുക എന്ന നിയോഗമേ തനിക്ക് നിറവേറ്റാനുള്ളൂ എന്ന ബ്രഹ്മഹിതമറിയാവുന്ന ഭഗവാൻ കാലയവനനെ രാജാ മുചുകുന്ദൻ സുഖനിദ്ര കൊള്ളുന്ന ഗുഹയിലെത്തിച്ചു. ഭഗവാൻ ഗുഹയിൽ ഒളിച്ചിരുന്നു. കൃഷ്ണനെ തേടി ഗുഹയിലെത്തിയ രാക്ഷസവീരൻ സുഖനിദ്ര കൊള്ളുന്ന രാജാ മുചുകുന്ദന്റെ അരികിലെത്തി. കൃഷ്ണൻ മൂടിപ്പുതച്ച് കള്ളയുറക്കം നടിച്ചു കിടക്കുകയാണെന്നാണ് രാക്ഷസവീരൻ കരുതിയത്. ഒറ്റ ചവിട്ട് വെച്ചു കൊടുത്തു. രാക്ഷസന്റെ ചവിട്ടേറ്റ് ഉറക്കമുണർന്ന രാജാ മുചുകുന്ദൻ അയാളെ ഒന്ന് തുറിച്ചു നോക്കി. ആ നോട്ടമുണർത്തിയ അഗ്നിയിൽ കാലയവനൻ ഭസ്മമായി. അന്നേരം ഭഗവാൻ രാജാ മുചുകുന്ദന്റെ മുഖതാവിലെത്തി നടന്ന കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു. ധർമ്മ സംസ്ഥാപനാർത്ഥം പാലാഴിനാഥൻ കൃഷ്ണനായി അവതാരമേറ്റിരിക്കുകയാണെന്ന് രാജാ മുചുകുന്ദൻ മനസ്സിലാക്കി. ഭക്ത്യാദരങ്ങളോടെ ഭഗവാനെ ദ്വാരകയിലേക്ക് അയച്ചു. രാജാ മുചുകുന്ദൻ അപ്പോൾ ഒരാഗ്രഹം. അവതാര പുരുഷനായ ഭഗവാന്റെ കൂടെ ഏതാനും യാമങ്ങളല്ലേ കഴിയാനായുള്ളൂ. ഒരു ജന്മം മുഴുവൻ അവിടുത്തെ കൂടെ കഴിയാൻ ഭാഗ്യമുദിക്കണം. ആ മോഹം സഫലമാവാൻ അദ്ദേഹം ബ്രഹ്മദേവനെ തപം ചെയ്തു. രാജാ മുചുകുന്ദന്റെ തപസ്സിൽ പ്രീതി നേടിയ നാൻമുഖനോട് രാജാവ് തന്റെ ഇംഗിതം വെളിപ്പെടുത്തി. ബ്രഹ്മദേവൻ പറഞ്ഞു, കലിയുഗത്തിൽ ഭഗവാൻ ഗുരുവായൂരപ്പനായി അവതാരം കൊള്ളും. അക്കാലം അവിടുന്ന് അങ്ങയുടെ വിളിപ്പുറത്തുണ്ടായിരിക്കും. അതിൻപടി കലിയുഗത്തിൽ രാജാ മുചുകുന്ദൻ വില്ലുമംഗലം സ്വാമിയാരായി അവതാരം കൊണ്ടു. പൂർവജന്മത്തിലെ തന്റെ പ്രാർത്ഥന സഫലമാക്കും വിധം ആർജിത പുണ്യം വില്ലുമംഗലം നേടി. ഗുരുവായൂരപ്പൻ സ്വാമിയാരുടെ വിളിപ്പുറത്ത് നിലകൊണ്ടു. ജയിക്കട്ടെ ശ്രീകൃഷ്ണ ഭഗവാൻ, ജയിക്കട്ടെ ദേവി രാധിക, ജയിക്കട്ടെ ജയിക്കട്ടെ ശ്രീമദ് ഭാഗവത പുണ്യം ജയിച്ചിടട്ടെ. എന്നെന്നും ശ്രീകൃഷ്ണ പ്രേമ ഭക്തരും. രാധേ കൃഷ്ണ.